ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ഇന്ന് വിവേക് പറയുന്നുണ്ട്, മമ്മിക്ക് ഒട്ടും തന്നെ വർഷയെ ഈ കുഞ്ഞിനെ ഇവിടെ നിർത്തുന്നത് ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന വർഷയ്ക്ക് വിഷമാവുന്നുണ്ട്. അഞ്ജുനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ തൻ്റെ ഇഷ്ടം അതാണെങ്കിൽ പോലും ഒരു പരിധിയുണ്ട് വിവേകിന് ഇവിടെ കുഞ്ഞിനെ നിർത്താൻ. ആൻറ്റിക്ക് അത് ഇഷ്ടമല്ല, ഒരു പക്ഷേ അങ്കിളിനും അത് തന്നെയല്ലേ, അതുകൊണ്ട് ആ കുട്ടിയെ ഓർഫണേജിൽ തന്നെ ആക്കുകയായിരിക്കും നല്ലതെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ കുട്ടിയെ ഉറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വർഷയുടെ അടുത്തേക്ക് അഭി വരുന്നുണ്ട്. കുഞ്ഞ് ഉറങ്ങിയില്ലേ? അവളിപ്പോൾ ഉറങ്ങിയിട്ടില്ല. പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ തനിക്കൊരു ഡ്രസ്സ് എടുത്തിട്ടുള്ളതാണ്. എനിക്ക് കുഞ്ഞിനാണെങ്കിൽ ഒട്ടും ഡ്രസ്സൊന്നുമില്ല. ഞങ്ങളുടെ ഫ്രണ്ട് താനാണ്, അല്ലാതെ ഈ കുഞ്ഞല്ല. തനിക്ക് ആ ഡ്രസ്സ് വാങ്ങിയിരിക്കുന്നത് ഞങ്ങൾ. ഇതിട്ടിട്ട് അങ്ങോട്ട് വായോ, എല്ലാവരും ഡ്രസ്സ് പുതിയത് ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അയ്യോ, കുട്ടിക്ക് ഡ്രസ്സ് നിങ്ങൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്, മോൾക്ക് കമ്മിയാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ മോളോട് പാവം വർഷ പറയുന്നുണ്ട്, മോളെ വിഷമിക്കണ്ട, ചേച്ചി മോൾക്ക് ഉടുപ്പൊക്കെ വാങ്ങിത്തരാട്ടോ എന്ന് പറയുന്നുണ്ട്. മോൾ ഉറങ്ങിക്കോ. അങ്ങനെ എല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ഡ്രസ്സാണ്, ഞാൻ പറഞ്ഞതല്ലേ ഇത് സെലക്ട് ചെയ്യണം അത് സെലക്ട് ചെയ്യണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ. അങ്ങനെ വർഷയാണെങ്കിലോ ആ ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നുണ്ട്. തനിക്ക് നല്ല മാച്ച് ഉണ്ടല്ലോ ശിവ, ഞാനാണ് സെലക്ട് ചെയ്തതെന്ന് ശിവ പറയുന്നുണ്ട്, അതുകൊണ്ട് എത്ര ചന്തം എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ എന്തായാലും വിവേകേടൻ എടുത്തു തന്ന ഡ്രസ്സിൻ്റെ അത്ര പോരാ ഈ ശിവയുടെ സെലക്ഷൻ എന്ന് അഭിയും പറയുന്നുണ്ട്. പിന്നെ ഒരു ചപ്പൽ കാണിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ചെരുപ്പാണെന്ന് ശിവ പറയുന്നുണ്ട്. താൻ കുറച്ച് ദിവസമൊന്നും ആ ചെരുപ്പിടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് വർഷയും വർഷയല്ല അഭി പറയുന്നുണ്ട് കേട്ടോ. ഞാനത് എത്രയും പെട്ടെന്ന് കൈക്കലാക്കാൻ ശ്രമിക്കുമെന്നും. അതിനുശേഷം തന്നെ പിന്നീട് വർഷയ്ക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ. കാരണം ആ മോൾക്ക് ഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ മോളിപ്പോൾ ഉറങ്ങി എണീറ്റ് എന്നെ കണ്ടില്ലെങ്കിൽ വിഷമാവെന്ന് പറഞ്ഞിട്ട് വർഷ എണീറ്റ് പോകുന്നുണ്ട്. വർഷ എപ്പോഴും മോളുടെ പുറകെയാണ്. എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ ഓഫണേജിൽ തന്നെ തിരിച്ചയക്കണം, അല്ലെങ്കിൽ ഇവരുടെ കല്യാണം പോലും നടക്കാൻ പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് എൻഗേജ് പോലും ആൻറ്റി നടത്തില്ല എന്നും പറയുന്നുണ്ട്. പിറ്റേ ദിവസം നമ്മുടെ രാഹുലിനെയും അതുപോലെ അഞ്ജുവിനെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അവരാണെങ്കിലോ എന്നും സംസാരിക്കാവുന്നത് പോലെ സംസാരിച്ചുകൊണ്ടിരിക്കണമ്പോൾ ആ കുട്ടിയെ ഒഴിവാക്കാൻ പറഞ്ഞിട്ട് വർഷ കേട്ടില്ല അല്ലേ. അത് അവളുടെ ജീവിതത്തിൽ ഒരു പാരയാവുന്നാണ് തോന്നുന്നത്. എന്തായി രാഹുൽ ഈയൊക്കെ പറയുന്നത്? ഒരു പാവം കുഞ്ഞാണ്. രാഹുൽ അതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ രാഹുലിനും ഒത്തിരി ഇഷ്ടമാവും. കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലാത്തവർ ആരായിട്ടുണ്ട്. പക്ഷേ അത് വിവേകിൻ്റെയും വർഷയുടെയും ജീവിതത്തിൽ ഒരു പ്രശ്നം തന്നെയാണ്. വസുന്ധരാൻ്റി വേറൊരു കുട്ടിയെ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സമ്മതിക്കുമോ? സ്വന്തം കുഞ്ഞുങ്ങൾ അവനവൻ്റെ ചോരയിൽ ജനിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെയാകുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാവും. ഞാൻ പറയാമെന്ന് പറഞ്ഞേ ഉള്ളൂ, ഇനി നിങ്ങൾക്കൊക്കെ തീരുമാനിക്കാം എന്താണെന്നുള്ളതെന്നൊക്കെ രാഹുലും പറയുന്നുണ്ട്. പിന്നീടാണ് വർഷയാണെങ്കിലും മോൾക്ക് ഒരുപാട് ഉടുപ്പൊക്കെ ആയിട്ട് വാങ്ങി വരുന്നുണ്ട്. വിവേകാണെങ്കിൽ പുറകെയുണ്ട്. വർഷ അവിടെ നിൽക്ക്, എനിക്ക് തന്നോട് സംസാരിക്കണം എന്ന് പറയുന്നു. എന്താ വിവേകിന് സംസാരിക്കാനുള്ളത്? താൻ വിഷമിക്കോ? കാരണം ഞാനപ്പോൾ ഓഫണേജിലേക്ക് കുട്ടീനെ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് ടെൻഷനായി അല്ലേ, അതുകൊണ്ടാണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ആ മോളെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. കാരണം അവളുടെ അച്ഛൻ എന്നെ തയ്യേൽപ്പിച്ച് പോയ കുഞ്ഞാണ്. എന്നെയോ അല്ലെങ്കിൽ എനിക്ക് അത്രയും പരിചയമുള്ള, എനിക്ക് അത് കുട്ടി സുരക്ഷിതമാണെന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് ആക്കാനാണ് അവളുടെ അച്ഛൻ പറയുന്നത്. ഒരു പക്ഷേ ആ കുട്ടി എൻ്റെ കൂടെ തന്നെ നിൽക്കാനാണ് എൻ്റെ ആഗ്രഹം. അത് മമ്മി സമ്മതിക്കില്ല എന്ന് പറഞ്ഞില്ലേ, അതുതന്നെയാണ് എനിക്കും അറിയാത്തത്. വിവേകെ, ആ കുട്ടി എൻ്റെ കൂടെ നിന്നു എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? പക്ഷേ നിനക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ല. ഇപ്പം തന്നെ ആ മോളെ അഞ്ജുനെ ഏൽപ്പിച്ചിട്ടാണ് നീ പുറത്തിറങ്ങിയത്. അങ്ങനെ ജോലിക്ക് പോകാതിരുന്നാൽ നിൻ്റെ ഭാവി എന്തായിരിക്കും? നിനക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. എനിക്കിപ്പോൾ ഒന്നും അറിയില്ല വിവേകെ, കാരണം എനിക്ക് ആ കുഞ്ഞിനെ മാത്രമേ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ പോന്നു. പെട്ടെന്നാണ് തൻ്റെ നാട്ടുകാരൻ അവിടെ ചക്ക വിൽക്കുന്നത് വർഷ കാണുന്നുണ്ട് കേട്ടോ. ചേട്ടാന്ന് വിളിച്ച് ചെല്ലുമ്പോൾ ആ മോള് ഇവിടെ ഉണ്ടായിരുന്നു, കൊച്ചിയിൽ തന്നെയായിരിക്കും മോൾക്ക് നല്ലത്. മോൾ വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ, ഇവിടെ ജോലിക്ക് പഞ്ഞൊന്നും ഉണ്ടാവില്ലല്ലോ. എൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലിയൊന്നുമല്ല ഏട്ടാ കിട്ടിയിരിക്കുന്നത്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ആ ഉരുൾപൊട്ടൽ കഴിഞ്ഞ ശേഷം ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇപ്പോൾ ഇവിടെ ചെറിയ ഇതൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ജീവിച്ച് പോന്നു. മോളുടെ അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ വിവേക് വരുന്നുണ്ട്. മോളുടെ കല്യാണം കഴിഞ്ഞു ശ്രീനാഥുമായിട്ട്. അപ്പോൾ ശ്രീനാഥ് മരിച്ചു പോയില്ലേ എന്ന് വിവേക് പറയുന്നുണ്ട്. ശ്രീനാഥിനെ ഇന്നാളൊരു ദിവസം ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു എന്ന് പറയുന്നുണ്ട്. അയാൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ രാത്രി ആയതുകൊണ്ടും ശകലം താൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇതിൽ എവിടേക്ക് അയാൾ പോയതെന്ന് അറിയില്ല. അത് ചേട്ടന് വെറുതെ തോന്നിയതായിരിക്കും. ശ്രീയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലും കിട്ടിയിട്ടുണ്ടെന്ന് വിവേകും പറയുന്നുണ്ട്. അങ്ങനെ അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് വിവേക് നോക്കുന്നുണ്ട് കേട്ടോ. വർഷയാണെങ്കിൽ വീണ്ടും വീണ്ടും ശ്രീകേട്ടനുണ്ടോ, അങ്ങനെ ശ്രീകേട്ടനെ കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴത്തേനും അയ്യോ ഉണ്ടാവില്ല,
എനിക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും സാറ് പറഞ്ഞതുപോലെ എന്ന് പറയുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ വിവേകാണെങ്കിലോ പെട്ടെന്നൊരു കാര്യം മാറ്റുന്നുണ്ട്. മറ്റൊന്നല്ല, മോൾക്ക് ബേബി ഐറ്റംസൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ, എന്തായാലും താൻ പോയി വാങ്ങിയിട്ട് വാ, ഞാനിപ്പോൾ ഒരു ചക്ക എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചക്ക മേടിക്കുന്നുണ്ട്. വർഷമോളുടെ കല്യാണം കഴിഞ്ഞ കാര്യം എനിക്കറിയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടെന്ന് പറയുന്നു, മോള എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചക്കയായിട്ട് വിവേക് പോകുന്നുണ്ട്. അയാളും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് വിവേക്. അതിനുശേഷം വഴിയിലൊക്കെ ചെല്ലണ സമയത്ത് ആരും തന്നെ വണ്ടിയിൽ കയറ്റുന്നുമില്ല കേട്ടോ. ഈ ചക്കക്കാരന് ആകെ പ്രശ്നമായിരുന്നു പറഞ്ഞിട്ട് വിവേക് നടക്കുന്നുണ്ട്. വീണ്ടാണെങ്കിലോ വീട്ടിലാണ്. വീട്ടിൽ ആ കുഞ്ഞിന് പാൽ കൊടുക്കാൻ വേണ്ടി ശിവയും മഞ്ജും പടന്ന് പരിശ്രമിക്കുന്നുണ്ട്. കുഞ്ഞല്ലേ, ഗ്ലാസ്സിൽ കുടിക്കാനൊന്നും ആ കുഞ്ഞിന് ആയിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ കുടിപ്പിക്കണം എന്നൊന്നും അവർക്കും അറിയുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അഞ്ജുവിൻ്റെ മനസ്സിലൊരു ഓർമ്മ വന്നത്, കാരണം ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ വർഷയാണെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് മോൾക്ക് വെള്ളം കൊടുത്തത്. അതുപോലെ ഈ കുട്ടിക്ക് പാലും അവിടെ തന്നെ അങ്ങനെ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അഞ്ച് പോയിട്ട് ഒരു സ്പൂൺ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ കൊടുക്കാമെന്ന് പറയുന്നു. ആ സമയം വർഷ എത്തുന്നുണ്ട്. എന്താ മോളെ, മോൾ പാൽ കുടിച്ചില്ലായിരുന്നോ ചോദിക്കുമ്പോൾ, ഇവൾക്ക് ഞങ്ങൾ സ്പൂണിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. സ്പൂണിലൊന്നും കുഞ്ഞ് കുടിക്കാനായിട്ടില്ല, ഗ്ലാസ്സിൽ തന്നെ ഇനിയാണ് കൊടുത്തു തുടങ്ങേണ്ടത്. അവൾക്ക് പാൽക്കുപ്പി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, എല്ലാവരും കാണണം എന്ന സ്ഥലത്ത് വെക്കണം എന്ന് വിചാരിച്ചപ്പോൾ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഞാൻ വെച്ചിട്ടാണ് പോയത് എന്ന് പറയുന്നു. ഞങ്ങളത് ശ്രദ്ധിച്ചില്ല. എനിക്കാണെങ്കിൽ കുഞ്ഞിനെ നോക്കി വലിയ പരിചയമില്ലെന്നും ശിവ പറയുന്നുണ്ട്. എല്ലാവർക്കും അതുപോലെ തന്നെയായിരിക്കും. പക്ഷേ വർഷയ്ക്കാണെങ്കിൽ തൻ്റെ കുഞ്ഞനുജതിയെ നോക്കിയാൽ നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിനെ കയ്യിൽ കിട്ടിയപ്പോൾ വർഷയെ അവൾ നോക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. പെട്ടെന്ന് ചക്കയായിട്ട് പറഞ്ഞിട്ട് വിവേകം വരുന്നുണ്ട് കേട്ടോ. ചക്ക നല്ല അടിപൊളി ചക്കയാണല്ലോ, പകുതി കറിയും വെക്കാം, പകുതി നമുക്ക് പഴുപ്പിക്കാനും വെക്കാമെന്ന് പറയുന്നുണ്ട് അഞ്ജു. ഇതേ നമുക്ക് ചക്കക്കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് അഞ്ചു അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് വർഷയുടെ അടുത്തേക്ക് വിവേകം ഇരിക്കുന്നുണ്ട്. താൻ വിചാരിച്ച പോലെ മോളെ നമ്മുടെ അടുത്തിരുന്ന് തന്നെ വളർത്താം, അവളുടെ അച്ഛൻ വരുന്നവരെ നമുക്ക് ഇവളെ നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഇനിയിപ്പം വിവേക് എന്തൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അവിടേക്ക് ശിവയും വരുന്നുണ്ട് കേട്ടോ. ശിവ, നിങ്ങളുടെ സ്വർഗത്തിലൊരു കട്ടറുമ്പായോ ഞാനെന്ന് പറയുന്നു. പെട്ടെന്ന് അഞ്ചും വരുന്നുണ്ട്. അങ്ങനെ ആ പാവം കുഞ്ഞ് പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഒരു സന്തോഷമാവുന്നുണ്ട്. കുഞ്ഞു മോളല്ലേ, അത് കാരണം. പിന്നെയും ശ്രീയും അഭിയാണ് കാണിക്കുന്നത് കേട്ടോ. അഭിയാണെങ്കിലോ ഒരു ക്യാൻറ്റീനിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ശിവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ശ്രീ അഭിയോട് പറയുമ്പോഴത്തേനും ഇനി ശിവയുടെ പുറകെ പോവാതിരിക്കുകയായിരിക്കും ശ്രീ നല്ലത്. വേറൊന്നുമല്ല, കാരണം വർഷയെക്കുറിച്ചുള്ള അന്ന് തന്നെ ഓരോരോ ന്യൂസുകൾ ശിവ പുറത്തു കൊണ്ടുവന്നു. ഇനിയിപ്പോൾ അവളുടെ അച്ഛൻ മരിച്ചു, ശ്രീ തിരിച്ചു വന്നു, അങ്ങനെ ഓരോരോ കാര്യങ്ങളായിരിക്കും. അന്നത്തതിൻ്റെ ബാക്കിയായിട്ട് അവൾ വീണ്ടും തുടങ്ങും. എന്തിനാ അതിനൊക്കെ നിൽക്കുന്നേ? ഇപ്പം നിങ്ങളുടെ രീതിയിൽ തന്നെ തിരയി വർഷയെ, ഞാൻ എൻ്റെ രീതിയിൽ നോക്കാം, എന്നിട്ട് അവളെ കണ്ടെത്താൻ പറ്റുമെന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറയുന്നു. ശ്രീയിൽ നിന്ന് ശിവയുടെ ഓർമ്മകൾ പിന്തിരിപ്പിക്കാനാണ് അഭി ശ്രമിക്കുന്നത്. അഭി ശ്രീവയെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ശ്രീ എല്ലാ കാര്യം മനസ്സിലാക്കുന്ന അഭിക്ക് അറിയാം കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.